ഹായ് പ്രിയപ്പെട്ടവരെ, വളരെ ഭയം ജനിപ്പിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണുക. അത് ദൈവികമായ അത്ഭുതവും ദൈവികമായ പ്രവചനവും ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. തെറ്റി. അത് വളരെ പൈശാചികമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. കണ്ടോളൂ. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഒരു ഞായറാഴ്ച പകലിൽ ദൈവസനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാ പറഞ്ഞു, അഞ്ചലിന്റെ കിഴക്ക് ഒരു ദൈവസഭയിൽ ചെന്ന് വേഗം നീ ദൈവത്തിന്റെ ദൂത് പറയണം. വേഗം ആ സഭയിൽ ചെല്ലുകയുണ്ടായി. സാക്ഷ്യമായി ഇന്ന് ദൈവദാസൻ ചോദിച്ച പോലെ ചോദിച്ചാൽ ആരെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് ആരും എഴുന്നേറ്റില്ല. ഏറ്റവും പിറകിലൊരു അച്ചായൻ ചാടി എഴുന്നേറ്റു. സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയപ്പോൾ യോനാപ്പച്ചൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇരിക്കടാ ദുഷ്ട നീ അവിടെയൊന്നും. ഇന്ന് നീ നിന്റെ ഭാര്യയെ പുറത്തിടിച്ചുവെന്നും അവളെ ആ നിന്റെ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. നീ നിന്റെ ഭവനത്തിൽ ചെല്ലത്തില്ല. വഴിവക്കിൽ വെച്ച് നിന്റെ കണ്ണ് കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നൊരു ദൂത് പറഞ്ഞു. അച്ചായൻ വേഗം ഇറങ്ങി ബസ്സിൽ കയറി. ഈ അച്ഛൻ ഇങ്ങനെ ചിന്ത, എന്റെ ഭാര്യയെ ഞാൻ ആ റൂമിൽ ചെല്ലണം, അവളോട് ക്ഷമ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ബസ് ഒന്ന് വെട്ടി. നടന്ന സംഭവമാണ്. ഇദ്ദേഹം ഫുട്ബോളിലാണ് നിന്നത്. അവിടെ നിൽക്കെ അദ്ദേഹം തെറിച്ചു വെളിയിലോട്ട് പോയി. KSEBയുടെ പോസ്റ്റിൽ ചെന്ന് തലയിടിച്ചു. ശരീരവും തലയും തമ്മിൽ വേർപെട്ടു പോയി. പോലീസ് ഇൻക്വസ്റ്റിന് വന്നപ്പോൾ രണ്ട് കണ്ണും അവിടെ ഉണ്ടായിരുന്ന കുറെ കാക്കകൾ കൊത്തി പറിച്ചു കളഞ്ഞു. ദൈവജനമേ, ഈ തിരുവചനത്തിന് ഒരു ശക്തിയുണ്ട്. ഈ തിരുവചനത്തിന് എന്താണ് ഇതിലെ പൈശാചികത? തെറ്റ് ചെയ്യുന്നവനെ തൽക്ഷണം ശിക്ഷിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷാ നടപടിയാണ് ഇവിടെ കണ്ടതെന്നും ദൈവത്തിന് വേണ്ടി ഒരു പ്രവാചകനെ ദൈവം അയച്ചു എന്നും നിങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, തെറ്റ് ചെയ്യുന്നവരൊക്കെ തൽക്ഷണം ദൈവം ഇത്ര ക്രൂരമായി ശിക്ഷിക്കുന്നുവെങ്കിൽ ഈ നാട്ടിൽ എത്രയോ ഹീനകൃത്യം ചെയ്യുന്നവർ, എത്രയോ വലിയ തെറ്റ് ചെയ്യുന്നവർ, എത്രയോ കൊലപാതകം ചെയ്യുന്നവർ ഇപ്പോഴും സുരക്ഷിതമായി ജീവിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആ കൊലപാതകളെ ക്രൂരമായി പ്ലാൻ ചെയ്ത് പലരെയും കൊല്ലുന്നവരെ ഈ പ്രവാചകൻ പോയി എന്തുകൊണ്ട് പ്രവചിച്ച് ഇങ്ങനെ ശിക്ഷിക്കുന്നില്ല, ഇങ്ങനെ കൊല്ലുന്നില്ല? സ്വാഭാവികമായി നിങ്ങൾക്കറിയാം, പ്രാർത്ഥനയിടങ്ങളിൽ വന്ന വ്യക്തിയാണെങ്കിൽ, വലിയ പുണ്യവാനൊന്നും അല്ലെങ്കിലും ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വരികയും സാക്ഷ്യം വരികയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കുഴപ്പങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും കള്ള് കുടിച്ച് തെമ്മാടിത്തം കാണിച്ച് നടക്കുന്ന, സകല പോക്രിത്തരം കാണിച്ച് നടക്കുന്ന ഒരാളല്ല എന്ന് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയുള്ളവരെ സ്ഥിരമായി ഒരു കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കുകയില്ലല്ലോ. പിന്നെ തെറ്റാണ് ചെയ്തതെങ്കിൽ കൂടിയും ഭാര്യയെ മുറിയിലിട്ട് പൂട്ടി ഭാര്യയെ ഇടിച്ചിട്ടുണ്ട് എന്നത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് തൂക്കിക്കൊല്ലാവുന്ന ശിക്ഷയാണോ? തൂക്കിക്കൊല്ലുന്നതിനേക്കാൾ നികൃഷ്ടവും ഭീകരവുമായ ഇത്തരത്തിലുള്ള ഒരു മരണം ഏറ്റുവാങ്ങാൻ തക്ക ശിക്ഷ അർഹിക്കുന്ന തെറ്റാണോ അത്? തെറ്റിന് അനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുന്നതല്ലേ നീതി? അപ്പോൾ ദൈവം നീതിമാനല്ല എന്ന് വരുമോ? അപ്പോൾ ഇത് ദൈവിക ശിക്ഷയല്ല എന്ന് ഉറപ്പാണ്. നമുക്കറിയാവുന്ന മാതൃകാ ദമ്പതികളായ ജിജിയും മാരിയോയും തന്നെ പരസ്പരം എത്രയോ ആക്രമിച്ചിട്ടുണ്ട്. കത്തികൊണ്ട് മാരിയോയെ കുത്തി മുറിവേൽപ്പിച്ചിട്ട് മാരിയോ ചോരയൊലിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലേ? ഭാര്യയെ തലയടിച്ച് പൊട്ടിച്ച് ചോരയൊലിപ്പിച്ച് ഭാര്യ പോലീസ് സ്റ്റേഷനിൽ പരാതിക്ക് പോയില്ലേ? പിന്നീടല്ലേ നമ്മൾക്ക് അറിയുന്നത് എത്രയോ കാലങ്ങളായി ഇവർ തമ്മിൽ ആയുധമെടുത്ത അക്രമവും ചോരക്കളിയുമാണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട് എങ്കിൽ അവരെല്ലാം ഇത്ര നികൃഷ്ടമായി ഇതുപോലെ ഭീകരമായി കൊല്ലപ്പെടുന്നുണ്ടോ? ഇതുപോലെ ഭീകരമായി തല ചിതറിപ്പോവുക, കണ്ണ് കാക്ക കൊത്തിപ്പറിക്കുക എന്ന രീതിയിൽ ഏറ്റവും ഭീകരനെ ശിക്ഷിക്കുന്നത് പോലെ അവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. എന്താണ് ഇതിലെ പൈശാചികത എന്ന് ഞാൻ പറയാം. ദൈവികതയും ദൈവശക്തിയും പൈശാചികതയും പൈശാചിക ശക്തിയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പുകൾ നാം അതിസൂക്ഷ്മമായി വിലയിരുത്തിയാൽ കാര്യങ്ങൾ മനസ്സിലാകും. കൂടോത്രക്കാരെയും മന്ത്രവാദക്കാരെയും ആഭിചാരക്കാരെയും ഒക്കെ ചിലർ സമീപിക്കുമ്പോൾ തങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന അയൽക്കാരനെക്കുറിച്ച് പറയുമ്പോൾ അവരെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, വണ്ടി ഇടിപ്പിച്ച് കൊല്ലണമോ, ആത്മഹത്യ ചെയ്യിപ്പിക്കണമോ, മാരക രോഗം വന്ന് അതിലൂടെ മരിപ്പിക്കണമോ, എന്താണ് ചെയ്യേണ്ടത്, അത് സംഭവിക്കുമെന്ന് പറഞ്ഞ് അതിനുള്ള കാശ് വാങ്ങുന്ന മന്ത്രവാദികളുണ്ട്. അത് സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എനിക്കറിയാം, വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മന്ത്രവാദികളിൽ പ്രവർത്തിച്ചത് ദൈവമാണോ? അങ്ങനെ സംഭവിക്കുന്ന ആ മന്ത്രവാദിയുടെ വാക്ക് അത് പൈശാചിക ശക്തിയുടെ പ്രവർത്തനമുള്ള ആളായതുകൊണ്ട്, അയാൾ പൈശാചികനായതുകൊണ്ട് അയാളുടെ വാക്കിൻ്റെ ദുർഫലമാണത്. അപ്പോൾ വാക്കിൻ്റെ ദുർഫലമാണ്. ഇങ്ങനെ ഇന്നയാൾക്ക് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ദുർഫലമുണ്ട്, അത് സംഭവിക്കാറുണ്ട്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ദൈവശക്തി നിറഞ്ഞവർ, ദൈവികരായവർ ആണെങ്കിൽ ആ വാക്കിൻ്റെ ദുർഫലങ്ങൾ നിർവീര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്കത് സംഭവിക്കുകയില്ല എന്ന് പറയുകയും ചെയ്താൽ മതി. അതോടെ അത് നിർവീര്യമാകാറുണ്ട്. നിരവധി പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർ ഈ രീതിയിൽ നശീകരണ പ്രവൃത്തി നടത്തുന്നവരുണ്ട്. വളരെ പൈശാചികരായ, സാത്താൻ ആരാധകരെക്കാൾ മൂത്ത പൈശാചികരായ നിരവധി പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരെ എനിക്കറിയാം. അവർ ഈ രീതിയിൽ ദൂത് കൊടുക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, അത് സംഭവിക്കാറുണ്ട്. അതിന് നിരവധി തെളിവുകൾ എനിക്കുണ്ട്. എന്നാൽ പെന്തക്കോസ്തുകാരെ മാത്രം ആക്ഷേപിച്ച് പറയുകയല്ല, കത്തോലിക്ക കരിസ്മാറ്റിക്കിലുമുണ്ട് ഇതുപോലുള്ള പൈശാചികർ. കൗൺസിലർമാരുടെ ലേബലിൽ, ധ്യാനഗുരുക്കന്മാരുടെ ലേബലിൽ ഇതുപോലെ വിലസുന്ന പൈശാചികരെ എനിക്കറിയാം.
ചിലരൊക്കെ ദുർഫലങ്ങൾ പ്രവചിക്കുന്നു, അത് കൃത്യമായി അതുപോലെ നിറവേറുന്നു. അവരിൽ പ്രവർത്തിക്കുന്ന വരങ്ങളുടെ ശക്തിയോ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയ്ക്കല്ല കാണേണ്ടത്. അവർ പൈശാചികരായതുകൊണ്ട് ആ വാക്കിന് വളരെ പൈശാചികതയുണ്ട്, ദുർഫലങ്ങളുണ്ട്. ഒരു കൈനോട്ടക്കാരനോ പക്ഷിയെ കൊണ്ട് പറയിക്കുന്നവനോ ഭാവി ഫലം പറയുന്ന ആര് പറഞ്ഞാലും ദുർഫലമുള്ള കാര്യമാണ്, ദോഷമുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അത് അതുപോലെ സംഭവിക്കാറുണ്ട്. അത് ദൈവം പറയിപ്പിക്കുന്നത് കൊണ്ടല്ല. അത്ര ഗണിച്ചു നിന്നവരാണ് ഈ ഗണവർഗത്തിൽപ്പെട്ടവർ. അപ്പോൾ ഇയാളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നാഗം കൊത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇത് മനോരമയിൽ വന്ന ഒരു സപ്ലിമെൻ്റ് ആണ്. അതിനകത്ത് ഇയാൾ ഏതോ മലയിടുക്കി വയനാട്ടിൽ അങ്ങാണ്ട് പോയി താമസിച്ചു. ആ കൃത്യസമയത്ത് കുത്തി. ഒരാൾ ഇതുപോലെ പാമ്പ് കുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ആ സമയം വരെ ഇന്ന് വെളിയിൽ ഇറങ്ങാതിരുന്നു. ആ സമയം കഴിഞ്ഞു, ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ, കുഴപ്പമില്ല, എല്ലാം ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജീപ്പ് എടുത്തുകൊണ്ട് വെളിയിറങ്ങി. തുറന്ന ജീപ്പായിരുന്നു. മോളിൽ കൂടെ കഴുകാൻ ഒരു ചത്ത പാമ്പിനെ എടുത്തുകൊണ്ട് പോയായിരുന്നു. പിടിവിട്ട് നേരെ വീണ് കൊത്തി. അപ്പോൾ വണ്ടിയോട് കൂടി തീർന്നു. പിശാചുക്കൾ നിരവധി മനുഷ്യരിലൂടെ പ്രവർത്തിക്കാറുണ്ട്. ആ പിശാചിൻ്റെ പ്രവർത്തനത്തെ വിശ്വസിക്കുന്നവന് അത് സംഭവിക്കും. അത് ചെറുത്ത് തോൽപ്പിക്കുന്ന ഇല്ല, സംഭവിക്കില്ല എന്ന് പറയുന്നവന് അതിൽ നിന്ന് സംരക്ഷണം കിട്ടും. ഈ വീഡിയോയ്ക്ക് ഒടുവിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നിരവധി പൈശാചികതയുള്ള പാസ്റ്റർമാരുടെ ദൈവസഭ എന്ന് പറഞ്ഞ പൈശാചിക സഭ നടത്തുന്ന, ദൈവികത എന്ന് പറഞ്ഞ പൈശാചികത തെളിയിക്കുന്ന നിരവധി പാസ്റ്റർമാരുടെ പ്രവചനങ്ങൾ, ശുശ്രൂഷകളും വീഡിയോയുടെ ഒടുവിൽ ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. കാര്യങ്ങളുണ്ട്. കത്തോലിക്ക കരിസ്മാറ്റിക്കിൽ ഇങ്ങനെ പലരെക്കുറിച്ചും പ്രവചനം നിറവേറി എന്ന് പറഞ്ഞ് അവരെ അനുഗമിക്കുന്ന പലരും സത്യത്തിൽ വലിയ കുടുക്കിൽപ്പെട്ടു പോയതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിരവധി വചനപ്രഘോഷകരും കൗൺസിലർമാരും വളരെ പൈശാചികരാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ പലരുടെയും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കത്തോലിക്ക കരിസ്മാറ്റിക്കിനെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഞാൻ അത് പുറത്ത് വിടുന്നില്ല എന്ന് മാത്രം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. വളരെയേറെ സ്വസ്ഥമായി സമാധാനമായി ഞാൻ ജീവിക്കുന്ന നാളുകളിലാണ് എൻ്റെ ഒരു സുഹൃത്തിനെ, ഒരു വചനപ്രഘോഷകനായ സുഹൃത്തിനെ കാണാൻ പോയത്. ഞാനും പല പള്ളികളിലും പ്രസംഗിക്കുന്നു. എന്നേക്കാൾ കൂടുതൽ അത്ഭുത ശക്തി വരങ്ങളൊക്കെയുള്ള ഈ സുഹൃത്തിനെയാണ് കാണാൻ പോയത്. ഞാൻ പ്രാർത്ഥിക്കാനോ പ്രത്യേക ഒരു പ്രോബ്ലം അവതരിപ്പിക്കാനോ പോയതല്ല. ആ വഴിക്ക് പോയപ്പോൾ കുറേ കാലം അവനെ കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ പോയെന്നേ ഉള്ളൂ. അവൻ്റെ ശുശ്രൂഷകളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ലാത്തത് കൊണ്ട് അവനിൽ പ്രവർത്തിക്കുന്ന വരങ്ങൾ ദൈവികമാണോ പൈശാചികമാണോ എന്നൊന്നും ഞാൻ വിലയിരുത്തിയിട്ടില്ല. ഞാൻ ചെന്ന് കയറിയ ഉടനെ തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഉടനെ എന്നോട് തൊണ്ടതമ്പരമുണ്ട് അല്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഞാൻ പട്ടി കടിക്കാൻ പിടിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ സംഭവമൊന്നുമില്ല, എനിക്ക് പട്ടിയെ പേടിയില്ല എന്നും പറഞ്ഞു. എന്നാൽ സൂക്ഷിക്കണം, പട്ടി കടിക്കാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു. ഉടനെ പാമ്പ് കടി സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇടിമിന്നലാക്കാൻ സാധ്യതയുണ്ട്, വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങരുത്, സൂക്ഷിക്കണം എന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കോള് വന്നു എന്ന രീതിയിൽ വെറുതെ ഫോൺ എടുത്തിട്ട് എനിക്ക് വേഗം പോകണമല്ലോ, പെട്ടെന്ന് നമുക്ക് പിരിയണം, പെട്ടെന്ന് നമുക്ക് നിർത്തണമെന്നൊക്കെ പറഞ്ഞ് അല്പസ്വല്പം കുശലം സംസാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയ ശേഷം ദുർഫലമുണ്ടാക്കാൻ ഇടയുള്ള ഇവൻ്റെ വാക്കുകളെല്ലാം നിർവീര്യമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ ഇടയ്ക്ക് ഒത്തിരി തിരക്കിലായതുകൊണ്ട് കാര്യമായി ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. 2-ാം ദിവസം എനിക്ക് തൊണ്ടനമ്പരം ശക്തിയായിട്ട് തോന്നി. അവൻ പ്രവചിച്ചത് ഞാൻ ഓർക്കുകയും ചെയ്തു. അത് 2 ദിവസം കൊണ്ട് മാറി. 3-ാം ദിവസം പട്ടി കടിക്കാൻ വന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത രീതിയിൽ ഏത് കുറച്ച് ചാടുന്ന പട്ടി വന്നാലും ഞാൻ മൈൻഡ് ചെയ്യാതെ പോകാറേ ഉള്ളൂ. പക്ഷേ പതിവായിട്ട് ഞാൻ പോകാറുള്ള വീട്ടിൽ എൻ്റെ നേരെ കുറയ്ക്കാറില്ലാത്ത പട്ടി ചാടി എൻ്റെ നേരെ വന്ന് ഞാൻ വിറങ്ങലിച്ചു പോയി. എനിക്ക് ഷോക്കേറ്റതുപോലെ ഞാൻ നിന്ന് വിറയ്ക്കുന്ന സ്ഥിതിയിൽ ആ വീട്ടിൽ നിന്ന് ആരോ വന്ന് പട്ടിയെ പെട്ടെന്ന് പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്തു. നോക്കണമേ, വർഷങ്ങളായി എനിക്കറിയാവുന്ന ഒരു തരത്തിലും എന്നെ കണ്ട് കുറച്ചിട്ടില്ലാത്ത പട്ടിയാണ് ചാടി വന്നത്. അപ്പോഴെനിക്ക് അപകട സാധ്യത കൂടുതൽ ഗൗരവമായിട്ട് തോന്നി. വളരെ മാസങ്ങളായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ അസുഖങ്ങളൊന്നും വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട പ്രശ്നങ്ങളില്ല. യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ സമാധാനത്തിൽ പോവുകയും ഞാൻ പലയിടത്തും ക്ലാസ് എടുത്തും കൗൺസിലിംഗ് കൊടുത്തും സമാധാനത്തിൽ വ്യാപരിക്കുന്ന ഇടയിലാണ് ഇവനെ കണ്ടുപോയതിൻ്റെ പേരിൽ അപ്പോൾ മുതൽ ആരംഭിച്ച പ്രശ്നങ്ങൾ. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് പ്രവചിച്ചേക്കുന്നത്? പാമ്പ് കടി, ഇടിമിന്നൽ. എൻ്റെയും കുടുംബത്തിൻ്റെ നാശം ഉറപ്പല്ലേ അവൻ പ്രവചിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്ന് ലഘുവായിട്ട് തിരക്കിനിടയിൽ ലഘുവായിട്ട് പ്രാർത്ഥിച്ചു വിട്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് തൊണ്ടനമ്പരവും പട്ടികടി പ്രശ്നവും ഫേസ് ചെയ്തതും ഒക്കെ. തുടർന്ന് ഞാൻ അടുപ്പിച്ച് 2 ദിവസം ഉപവാസം എടുത്ത് അവൻ്റെ വാക്കുവഴി വരുന്ന ദുർഫലങ്ങൾ ബന്ധിക്കപ്പെട്ട് നിർവീര്യമാകാൻ വേണ്ടി അച്ഛനെ കണ്ട് കുർബാനപ്പടം ഏൽപ്പിച്ച് 2 കുർബാന ചെല്ലിച്ചു. അതുപോലെ ഒത്തിരിയേറെ പവർഫുള്ളായ പ്രാർത്ഥനകളും ജപമാലകളും ഒക്കെ ഞാൻ ചൊല്ലി. അതുകൊണ്ട് എനിക്ക് ഇടിമിന്നലിൻ്റെയോ പാമ്പ് കടിയുടെയോ വിഷയങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും പ്രതിരോധിക്കാൻ കഴിയാത്ത, ഇത്തരം രഹസ്യങ്ങളൊന്നും അറിയില്ലാത്തൊരു സാധാരണക്കാരനാണ് അവൻ്റെ വായിപ്പെട്ടു പോകുന്നതെങ്കിൽ അതോടെ ആ വ്യക്തി നശിച്ചു, ആ കുടുംബം തകർന്നു പോകുന്നു, ആ മക്കൾ അനാഥരാകുന്നു, ആ ഭാര്യ വിധവയാകുന്നു എന്ന അവസ്ഥ. എന്തെല്ലാം അനർത്ഥങ്ങളാണ് വരുന്നത്. ഇങ്ങനെ നിരവധി അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ തള്ളിക്കളയരുത്. ഈ പറഞ്ഞ വ്യക്തി എൻ്റെ സുഹൃത്താണ്. ഞാൻ തളിപ്പറമ്പിൽ ഫൈൻ ആർട്സ് കോളേജ് നടത്തുമ്പോൾ എൻ്റെ ഓഫീസിൽ കുറച്ച് നാൾ സ്റ്റാഫായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ധ്യാനവും അഭിഷേകമായിട്ട് അവൻ്റെ വഴി ഞാൻ വേറെ ധ്യാന സെൻറ്ററിൽ പോയി എനിക്കും കൂടുതൽ അഭിഷേകം കിട്ടി. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ 2 ആത്മീയ മേഖലയിലേക്ക് വരുന്നത്. ഇങ്ങനെ അനേകർക്ക് ഇതുപോലെയുള്ള ചില
ചില പൈശാചിക സ്വാധീനങ്ങളിൽപ്പെട്ട് അത് ദൈവികതയാണെന്ന് പറഞ്ഞ് ധ്യാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഞാനത് പ്രശ്നമാക്കുന്നില്ല. അവൻ്റെ വ്യക്തിപരമായ തെറ്റല്ലത്. അതും വ്യക്തിപരമായ വെറുപ്പില്ല. അവനിലൂടെ വന്ന ഒരു ശക്തിയുടെ പ്രവർത്തനമാണ്, അവൻ്റെ വ്യക്തിപരമായ തെറ്റല്ല. ഇനി നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രവചനം പറയുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, ഇത് പൈശാചികമാണെന്ന് തെളിയിക്കാൻ മറ്റു സംഭവങ്ങൾ ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു ഹിന്ദു സ്വാമി എന്നോട് നേരിട്ട് പറഞ്ഞത്, അദ്ദേഹം മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോയപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർ അയാളെ ഫോളോ ചെയ്തെന്തോ കളിയാക്കി പറഞ്ഞു. ഇയാളെന്തോ അങ്ങോട്ടും പറഞ്ഞു. ഒടുവിൽ ഇവരെല്ലാം സംഘം ചേർന്ന് കൂവി കളിയാക്കുകയും ഈ സ്വാമിയുടെ മേലെ ചാണകമെടുത്തൊരിയുകയും ചെയ്തു. ഈ സ്വാമി അതോടെ ശാന്തനായി ഒന്നും മിണ്ടാതെ നേരെ നടന്നു. അടുത്തൊരു പുഴ കണ്ടപ്പോൾ ആ പുഴയിൽ കിടന്നുകൊണ്ട് ചില ജപങ്ങളൊക്കെ ചൊല്ലി അവന്മാർ ഇന്ന് തന്നെ തൊലയട്ടെ എന്ന് പറഞ്ഞു. അയാൾ മണിക്കൂറുകളോളം ആ പുഴയിൽ തന്നെ കിടന്നു. അയാൾ പറഞ്ഞത് സംഭവിച്ചത് അറിഞ്ഞ ശേഷമാണ് അയാൾ എഴുന്നേറ്റത്. അയാൾ ആ പുഴയിൽ കിടക്കുമ്പോൾ തന്നെ അടുത്ത വീട്ടിലെ 2-3 സ്ത്രീകൾ ഓടി വന്ന് പറഞ്ഞു അവരുടെ കുട്ടി അവിടെ ആത്മഹത്യ ചെയ്തു. ഇത് പറയാൻ അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി കിണറ്റിൽ വീണ് മരിച്ചു. ഇവരെല്ലാവരും ഒന്നിച്ച് ഈ സ്വാമിയുടെ പുറകെ കൂടിയവരായിരുന്നെന്നും ഇങ്ങനെ സ്വാമിയെ വിഷമിപ്പിച്ചു എന്നുമൊക്കെ അറിഞ്ഞതോടെ ഏതൊക്കെ കുട്ടികളാണ് ഇതിലൊക്കെ പങ്കെടുത്തതെന്ന് അറിഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഈ പുഴയോരത്തേക്ക് സ്വാമിയെ കാണാൻ ചെന്ന് മാപ്പ് ചോദിച്ചു. ഇങ്ങനെ സംഘടിപ്പിച്ച് വരുന്നതിനിടയിൽ ഒരു കുട്ടി കൂടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ 3 ദുർമരണം അവിടെ സംഭവിച്ചു. ഈ സ്വാമികളോട് പ്രവർത്തിച്ചത് ദൈവശക്തിയാണോ പൈശാചിക ശക്തിയാണോ? നിങ്ങൾ പറയുക. ആ കുട്ടികൾ തെറ്റായിരിക്കാൻ ചെയ്തത്. ആ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷയാണോ അനുഭവിച്ചത്? ദൈവമാണോ ആ സ്വാമികളോട് പ്രവർത്തിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ദൈവസഭ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ പേരിലാണെങ്കിലും നിരവധി സഭകൾ പൈശാചികമാണെന്ന് തിരിച്ചറിയണം. എനിക്കറിയാവുന്ന മറ്റൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് എല്ലാ ആഴ്ചയിലും കൃത്യമായി ചേരും. അതാത് ആഴ്ചകൾ നടക്കാനുള്ള നിറവേറുന്ന പലതും പ്രവചിക്കപ്പെടും, കൃത്യമായി നിറവേറുകയും ചെയ്യും. ഇനി ഇതിൻ്റെ കെണി എനിക്ക് മനസ്സിലായിരുന്നില്ല. ഒരിക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആ ആഴ്ച തന്നെ സംഭവിക്കുമെന്നാണ് അതിൻ്റെ പൊതുവായ രീതി അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ യാതൊരു പ്രോബ്ലം ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്, സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വാക്കുകളെയൊന്നും ഈ രീതിയിൽ പ്രതിരോധിക്കാനോ അവർ പൈശാചികരാണെന്നോ ഞാൻ അറിയുന്നതിന് മുമ്പായിരുന്നു സംഭവം. ഉടനെ തന്നെ ഞാൻ അന്വേഷണം ആരംഭിച്ചു. എൻ്റെ സഹോദരങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ചേട്ടൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് ഞാൻ ചാകാൻ പോവാണ് എന്ന് പലപ്പോഴും എൻ്റെ ചേട്ടൻ പറയുന്നു എന്ന്. അപ്പോൾ എനിക്ക് കെണി മനസ്സിലായി. ഇയാളുടെ പ്രവചനത്തിൻ്റെ പിറ്റേന്ന് മുതലാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു അച്ഛനെ കണ്ട് ചേട്ടനത്തേക്ക് പറഞ്ഞു വിടുകയും അങ്ങനെ അച്ഛൻ അത് ബന്ധിച്ച് നിരീവനാക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് യാതൊരു കുഴപ്പമില്ല, ചേട്ടൻ സുരക്ഷിതമാണ്. ഇങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിലോ? അതിനു മുമ്പും അതിന് ശേഷവും എനിക്കറിയാം അവിടെ പ്രവചിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അതുപോലെ സംഭവിക്കാറുണ്ട്. അത് ആ പ്രവചനം നടത്തുന്ന ആളിലെ പൈശാചികതയാണ് തെളിവാക്കുന്നത്. ചില ഭീകരർ ഇന്ന ദിവസം ഇത്ര പേരെ കൊല്ലുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യാറില്ലേ? അതുപോലെ പിശാചുക്കളും മുൻകൂട്ടി വീമ്പടിച്ചിട്ട് പലതും ചെയ്യുന്നുണ്ട്. അതൊക്കെ ദൈവികമായ പ്രവചനമായിട്ട് ചിലർ മനസ്സിലാക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ 2-3 ലീഡേഴ്സ് ഉണ്ട്. അതിലൊരു ലീഡർ മറ്റൊരു ലീഡറോട് പറഞ്ഞ കാര്യമാണ്, ജീപ്പിൽ യാത്ര ചെയ്യുമ്പോൾ മുണ്ട് മുറുക്കി കൊടുക്കണം, മുണ്ട് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ആ ആഴ്ചയിൽ തന്നെ സംഭവിക്കുന്നതല്ലേ. അതിനുശേഷം അയാൾ മുണ്ടെടുക്കുമ്പോൾ ബെൽറ്റ് കൂടി ഇട്ട് ടൈറ്റാക്കി കൊടുത്തിട്ട് ബെൽറ്റ് കൂടി ഇട്ട് ടൈറ്റാക്കിയിട്ടേ പുറത്തിറങ്ങുകയുള്ളൂ. വളരെ ടൈറ്റാക്കി മുണ്ടെടുത്ത് ബെൽറ്റും കെട്ടി അയാൾ കയറിയിട്ടും പുറകിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്തപ്പോൾ അയാളുടെ മുണ്ട് പറഞ്ഞ് കാറ്റത്ത് ദൂരേക്ക് പോയി. സ്വന്തം നാട്ടിൽ തിരക്കേറിയ കവലയിലൂടെ ജനത്തിരക്കുള്ള സമയത്ത് തന്നെ 250-300 മീറ്ററോളം ഇതുപോലെ തുണിയില്ലാതെ അയാൾ നാണം കെട്ട് യാത്ര ചെയ്ത ശേഷമാണ് ഈ വണ്ടി നിർത്തി കിട്ടിയതും മുണ്ട് ഓടിപ്പോയി എടുത്തതും. ആ മുണ്ട് എടുക്കാൻ വേണ്ടി തിരികെ അത്രയും ദൂരം ഓടുകയും ചെയ്തു. അതും അതിനേക്കാൾ നാണക്കേട്. അയാളെ ഇൻസൾട്ട് ചെയ്യിക്കും എന്ന പ്രഖ്യാപനം പിശാച് നടത്തി. അത് നിറവേറി അതിൻ്റെ പൂർണ്ണതയിൽ. ഇതൊക്കെ പൈശാചികതയാണെന്ന് തിരിച്ചറിയണം. ഇതുപോലെ പലരുടെയും മരണം പ്രവചിക്കപ്പെട്ടുള്ളത് എനിക്കറിയാം. പ്രവചിച്ച ആളുടെ വാക്കിൻ്റെ ദുർഫലം നിർവീര്യമാക്കാൻ വേണ്ടി ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിച്ച ഇടങ്ങളിലൊക്കെ മരണം ഒഴിവായിട്ടുണ്ട്. മറ്റ് സാഹചര്യങ്ങളിൽ ആരും പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ അതേ ഡേറ്റിന് മരിച്ചിട്ടുമുണ്ട്. അപ്പോൾ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പേരിൽ, ദൈവ ശുശ്രൂഷ എന്ന പേരിൽ ചില വെളിപ്പെടുത്തലുകളും ചില ശുശ്രൂഷകളും ഒക്കെ നടക്കുന്നത് ദൈവികമാണോ അല്ലയോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങളുടെ വീട്ടിൽ ആർക്കാ പീരീഡ്സിന് പ്രശ്നമുള്ളത്? ആർക്കാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഈ ചേച്ചിയുടെ മുഖത്ത് മാത്രമല്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ചില സ്ഥലത്ത് കറുത്തു പോയി ഭയങ്കരമായിട്ട്. എനിക്കത് പറയാൻ പറ്റത്തില്ല എവിടെയൊക്കെയാണ്, എനിക്ക് കാണാം. പക്ഷെ ആ സ്ത്രീയെ അത്ര പരസ്യമായി നിന്ദിക്കാൻ പാടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്ന ആരെങ്കിലും ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വിവാഹം കഴിക്കുമോ? ദൈവമായ കർത്താവിന് ആ സ്ത്രീയുടെ ഗുഹ്യഭാഗം നോക്കിക്കൊണ്ടിരിക്കാനാണോ നേരം? അത് പരസ്യമായി പറഞ്ഞ് സൗഖ്യം കൊടുക്കേണ്ട മാരക രോഗം വല്ലതും വേണോ?
നിസാരമാണെങ്കിലും അവിടെ സൗഖ്യം കൊടുക്കുകയോ നിറം മാറ്റുകയോ ചെയ്തോ അയാൾ? അങ്ങനെ വൃത്തികേടായി കരത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നല്ലാതെ എന്ത് ഫലമാണ് അവിടെ? ഇതൊക്കെയാണോ ദൈവികത? മറ്റൊരു ഗുണ്ടായുസം നോക്കിയിട്ട് അത് ദൈവികമാണോ നിങ്ങൾ പറയുക? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കൈ ചുരുട്ടിയാൽ എൻ്റെ മാടമ്പി സ്വഭാവം പുറത്തു വരിക. കൈ മേളോട്ട് കയറിയപ്പോ എനിക്ക് ധൈര്യം, പഴയ ശീലമാണ്. കൈ ഇങ്ങനെ ചുരുട്ടി കയറ്റിയ ശീലം. ഈ മുടിഞ്ഞ മുണ്ടക്കോലല്ലേ ശാപം പിടിച്ചു പോകത്തുള്ളൂ, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. ായിട്ടല്ലേ നിൽക്കുന്നത്, കയ്യെ ഗ്ലാസുമായിട്ടല്ലേ നിൽക്കുന്നത്. ഇങ്ങനെ നിരവധി മേഖലകളിൽ ദൈവികതയുടെ പേരിൽ പൈശാചികത നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. കത്തോലിക്ക കരിസ്മാറ്റിക്കിലും പെന്തക്കോസ്റ്റിലും നിരവധി പേർ പൈശാചികരായി ഉണ്ട് എന്നത് 35 കൊല്ലത്തെ എൻ്റെ ആത്മീയ അനുഭവത്തിൻ്റെ അന്വേഷണത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇന്ന് ഞാൻ വചനപ്രഭാഷകനായി പല പള്ളികളിലും പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയുമൊക്കെ ചെയ്യുമ്പോഴും ഞാൻ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്, ഇതിനിടെയുള്ള പൈശാചികരയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട്. ചിലരൊക്കെ കൈവെപ്പിന് വേണ്ടി എൻ്റെ നേരെ വന്നപ്പോൾ ഓടി രക്ഷപ്പെട്ട അനുഭവം എനിക്കുണ്ട്. അവിടെ നിങ്ങൾ അടയാളങ്ങൾ പിന്നാലെ ഓടരുത്. ചിലപ്പോൾ അവിടെ കാഴ്ച അവിടെ കൈവെക്കുന്നിടത്തിന്റെ സംഭവം പോയത് ഫ്ലൈ സ്പിരിറ്റ് ഒക്കെ അത് പരിശുദ്ധാത്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കും. നമ്മളെ പരിശുദ്ധം എല്ലാം പോയി തല വെച്ച് കൊടുക്കും. അതുപോലെ ഭയങ്കര ബന്ധനമായിട്ട് അത് മാറും. അത് തന്നെ ഒരു ബന്ധനമാണ്. ഒത്തിരി പേര് ബന്ധനമുള്ള ആളുകൾ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുമെങ്കിൽ അത് അവരുടെ ബന്ധനം നമുക്ക് അടിക്കും. അതിൻ്റെ പ്രശ്നം വെച്ചാൽ മോശ വടി ഇട്ടപ്പോഴത്തേക്കും നാട്ടിലെ മന്ത്രവാദികൾ എല്ലാവരും കൂടി അവരും കൊണ്ട് ഒരു വടി ഇട്ട് അവരും അടയാളം മോശ കാണിക്കുന്ന അതേ അടയാളം അവരും കാണിച്ച് ആളുകളെ കബളിപ്പിക്കുന്ന കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. സഭയുടെ ഉള്ളിൽ തന്നെയാണ് ഇത്തരം ബന്ധനമുള്ള ശുശ്രൂഷകൾ കയറി വരും. അത് വലിയ പുറത്തുനിന്നല്ല, ഇത് അകത്തുനിന്ന് വരുള്ളൂ. യുദാസിനെ പിടിച്ചുകൊണ്ട് പോയില്ല എന്ന് പറയുന്ന പോലെ ഈ ചില ആളുകളെ പിശാച് പിടിച്ചു. ഈ ബന്ധനമുള്ളവർ അതിനകത്ത് കയറി പിടിക്കും. അതുകൊണ്ട് ഈ കൈ പ്രാർത്ഥന സൂക്ഷിക്കണം എന്ന് പറയുന്നത് നമ്മളറിയില്ല. നമുക്കൊരു നിമിഷം കൊണ്ട് ചിലപ്പം സഭയ്ക്കെതിരൊക്കെ ചിന്ത കയറി വരും, വിശ്വാസത്തിൻ്റെ കയറി വരും, കൃപയ്ക്കെതിരുള്ള ചിന്തയൊക്കെ കയറി വിശ്വാസത്തിലോട്ട് കയറി ബുദ്ധി കയറി പിടിക്കും. പിടിച്ചാൽ പിന്നെ അവനെ കൊണ്ട് വലിച്ചോണ്ടങ്ങ് പോകും. ചില ധ്യാന സെൻറ്ററിൽ സഭയെക്കുറിച്ചും കുദാശകളെക്കുറിച്ചും ഒക്കെ ക്ലാസ് എടുക്കാൻ ഞാൻ കയറുമ്പോൾ ആ ധ്യാന സെൻറ്ററിൻ്റെ ഡയറക്ടറുടെ കൈവെപ്പ് വാങ്ങി എല്ലാവരും കയറുന്നത്. ആ കൈവെപ്പ് വാങ്ങാതെ കയറുന്നവർ ആ ഗുരുവിനെ ബഹുമാനിക്കുന്നില്ലെന്നോ ആ വ്യക്തിക്ക് ഒരു അനുഗ്രഹം കിട്ടുന്നില്ലെന്നോ ഒക്കെ ചിന്തിക്കാവുന്ന രീതിയിലാണ്. അങ്ങനെയാണ് പതിവ് അവിടെ. എന്നാലും അത് മനഃപൂർവ്വം ധിക്കരിക്കുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ ഞാൻ എന്തോ ഫോൺ ചെയ്തും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയൊക്കെ നിന്നിട്ട് ക്ലാസ് എടുക്കേണ്ട കറക്റ്റ് സമയത്ത് ഓടിക്കയറി ക്ലാസ് എടുക്കേണ്ട രീതിയിൽ കറക്റ്റ് സമയം വരുമ്പോൾ മാത്രം ഞാൻ വേറെ വഴിക്ക് കയറി ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്തിനാണ്? ആ നശിച്ച ധ്യാനഗുരുവിൻ്റെ കൈവെപ്പ് കിട്ടാതിരിക്കാൻ. കാരണം എന്താ? കൊന്തയെടുത്ത് ലായിലാഹി ചെല്ലുകയും മുസ്ലിം ആരാധനാമൂർത്തിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ കത്തോലിക്ക കരിസ്മാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ അടുത്ത നാളുകളിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിലൊന്നുമല്ല. ഇതൊക്കെ തിരിച്ചറിഞ്ഞതോടുകൂടി ആ ആളുടെ കൈവെപ്പ് അധോഗതിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ എനിക്ക് ക്ലാസ് എടുക്കേണ്ട ഘട്ടത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നീട് ആ ടീമിൽ നിന്ന് സ്ഥിരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിരവധി പേര് ഒത്തിരിയേറെ പുണ്യം ചെയ്യുന്നവർ അവർ സ്വർഗത്തിലേക്ക് ഉടലോടെ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പലരും വലിയ പൈശാചികരാണെന്ന് തിരിച്ചറിയണം. നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ, പൈശാചികതയും ദൈവികതയും വേർതിരിച്ചറിയാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് എല്ലാ പെന്തക്കോസ്തുകാരും മോശമാണെന്നോ എല്ലാ കത്തോലിക്ക കരിസ്മാറ്റിക്കരും മോശമാണെന്നാണോ? അല്ല. ചെളിവെള്ളം കുത്തി കഴുകുന്ന മഴക്കാലത്ത് നല്ല ഉറവകളും അനേകം ഇടങ്ങളിലില്ലേ? ഉണ്ട്. ഈ ചെളിവെള്ളവും നല്ല ഉറവയിലെ കുടിവെള്ളവും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാനും നമ്മുടെ കുടിവെള്ളത്തിൽ മാലിന്യം കലരാതെ നോക്കണം എന്ന് വേണം എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കെതിരെ അഭിപ്രായമൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.